ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്കായി കൂടുതൽ കരുത്തുറ്റ അത്യാധുനിക നാവിഗേഷൻ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് ചേർന്നാണ് ഈ വമ്പൻ പദ്ധതി നടപ്പിലാക്കുന്നത്. വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന UGV-കൾക്കും റോബോട്ടുകൾക്കുമായി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ കൃത്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിന് വിഷ്വൽ സ്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് ഈ രണ്ടു രാജ്യങ്ങളും തമ്മിൽ വികസിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിയ കുന്നുകളിലും മലയിടുക്കുകളിലും അതുപോലെ തന്നെ ഇടതൂർന്ന വനങ്ങളിലും ചില സാഹചര്യങ്ങളിൽ GNSS-ന്റെ സിഗ്നലുകൾ ലഭിക്കാതെ വരും. അവിടെയാണ് ഈ സാങ്കേതിക വിദ്യ പ്രയോജനം ചെയ്യുന്നത്. ഇങ്ങനെ ഈ സിഗ്നലുകൾ ലഭിക്കാതെ വരുമ്പോൾ ഈ വിഷ്വൽ സ്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിലെ ഓൺബോർഡ് ക്യാമറകൾ ഉപയോഗിച്ച് അവിടെയുള്ള ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുടെ ഒരു മാപ്പ് സൃഷ്ടിച്ചുകൊണ്ട് UGV-കളെയും റോബോട്ടുകളെയും കൃത്യമായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ഇതിന് സാധിക്കും. അതുപോലെ തന്നെ വിഷ്വൽ സ്ലാം ഡേറ്റയും GNSS-ന്റെ ഡേറ്റയും സംയോജിപ്പിച്ച് സൈനിക വാഹനങ്ങൾക്കായി കൂടുതൽ കരുത്തുറ്റതും ആശ്രയിക്കാവുന്നതുമായ ഒരു നാവിഗേഷൻ സംവിധാനം വികസിപ്പിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ ഗവേഷണത്തിന്റെ വിജയകരമായ പൂർത്തീകരണം ജപ്പാനിലും ഇന്ത്യയിലും UGV-യിലും റോബോട്ടിക് സാങ്കേതിക വിദ്യയിലും കൂടുതൽ പുരോഗതിക്ക് അടിത്തറ പാകുന്നു. ഈ വികസിത നാവിഗേഷൻ സംവിധാനത്തിന് സൈനിക വാഹനങ്ങളുടെ പ്രവർത്തനശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനും വൈവിധ്യവും സങ്കീർണവുമായ പരിതസ്ഥിതികളിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ അവയെ പ്രാപ്തമാക്കാനും കഴിയും. ഈ സെൽഫ് ഡ്രൈവിംഗ് സൈനിക വാഹനങ്ങൾക്കായുള്ള നെക്സ്റ്റ് ജെൻ നാവിഗേഷൻ ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിഭാഗമായ അക്വിസിഷൻ ടെക്നോളജി ആൻഡ് ലോജിസ്റ്റിക്സ് ഏജൻസിയും ഇന്ത്യയുടെ DRDO-യും ചേർന്ന് സംയുക്തമായിട്ടാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.